ഇത്രനാൾ ഞാൻ ഊബർ ബൈക്ക് ടാക്സിയോടെ ഉണ്ടാക്കിയ ഏണിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഊബർ ബൈക്ക് ടാക്സി ആണ് കൊച്ചിയിൽ ലീഗലായിട്ട് എങ്ങനെ ഓടാന്ന് അമേച്ച് ഇതൊക്കെ പറഞ്ഞു തരും. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചറിയാം. ഹായ്, എന്റെ പേര് അമിയ. ഞാൻ ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ്. ഇവിടെ കൊച്ചി കാക്കനാട് ഭാഗത്താണ് താമസിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഊബർ ബൈക്ക് ടാക്സിനെ ആശ്രയിക്കുന്നുണ്ട്. ചേച്ചി എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്? പ്രധാനമായിട്ട് ഇതിന്റെ ഈ ബൈക്കിൽ ടാക്സി ഓടിക്കുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ടൈം ആയിട്ടാണ് കണ്ടത്. ഞാൻ മോണ്ടേക്കാർലോ പ്രീമിയം ക്ലാസ്സിൽ HR എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞ് ഒഴിവ് വേളയിൽ എനിക്ക് ഒരു എക്സ്ട്രാ ഏർണിംഗ് ഉണ്ടാക്കാന്നുള്ള വഴികൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കേരളത്തിൽ വന്നത്. അങ്ങനെയാണ് ബൈക്ക് ടാക്സി എന്ന രംഗത്തിലേക്ക് കടന്നു വരാനുള്ള എൻ്റെ ഒരു ഐഡിയ വന്നത്. എത്രത്തോളം ഏണിങ്സ് കിട്ടുന്നുണ്ട് ചേച്ചി? പാർട്ട് ടൈം ആയിട്ടല്ലേ വർക്ക് ചെയ്യണം. ചേച്ചിക്ക് എത്ര ഏണിങ്സ് കിട്ടുന്നുണ്ട്? എനിക്കിപ്പോ ഒരു 10-12 മണിക്കൂർ കിട്ടി എനിക്കൊരു 2000 ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ ചേച്ചിക്ക് എത്ര കിട്ടുന്നുണ്ട്? ഞാൻ മോസ്റ്റ്ലി ഒരു 3-4 മണിക്കൂറൊക്കെയാണ് ഡെയിലി ഓടുന്നത്. എൻ്റെ ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് 6 മണി വരെയാണ്. അപ്പോൾ 6 മണി തൊട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി പിന്നെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു 10 മണി വരെയൊക്കെയാണ് ഞാൻ ഓടാറുള്ളത്. ഡിസ്റ്റൻ്റ് പോയി 10 മണി വരെയൊക്കെ എനിക്ക് ഓടാറുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും എല്ലാ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ടൊരു 600-700 രൂപയെങ്കിലും അതെ കയ്യിൽ കിട്ടാറുണ്ട്. കൊച്ചിയിലെ ഏത് ഭാഗത്താണ് ചേച്ചി ഏറ്റവും കൂടുതൽ റൈഡ് എടുക്കുന്നത്? എൻ്റെ ഓഫീസ് വരുന്നത് മരടാണ്. മരട് ഫോറം മാളിലെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങൾ ഓഫീസ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഓഫീസ് ടൈം കഴിയുമ്പോൾ തന്നെ ഞാൻ ഓൺ ആക്കിയിടും. പിന്നീട് എൻ്റെ വീട് വരുന്നത് കാക്കനാട്. അപ്പോൾ കാക്കനാടുക്കുള്ള ഡയറക്ഷൻസ് നോക്കിയിട്ടിട്ട് കാക്കനാട് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി ആ ഏരിയയിലാണ് ഞാൻ റൈഡ്സ് എടുക്കാറുള്ളത്. ഈ യെല്ലോ ബോർഡ് ആക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? യൂബർ ടാക്സി ആയിട്ട് ഓടാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് കൊമേഴ്ഷ്യൽ RC ആണ്. അതൊക്കെ നമ്മൾ പ്രൈവറ്റ് ടാക്സി കൺവേർട്ട് ചെയ്ത് RC വേണം. അതുപോലെ കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് വേണം, പെർമിറ്റ് വേണം, പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടി നല്ല സ്റ്റോക്ക് കണ്ടീഷൻ ആയിരിക്കണം. ഇതൊക്കെയാണ് മേജറായിട്ട് നമുക്ക് ടാക്സി ആയിട്ട് ഓടാൻ. ഏകദേശം ഒരു 2 to 3 വീക്സിനുള്ളിൽ നമുക്ക് എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞു കിട്ടും. അത് ഓരോ RTO അനുസരിച്ചിരിക്കും. പക്ഷെ RTOയിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്തു തരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ രാത്രി സമയങ്ങളിൽ നമുക്ക് ഓടുന്ന സേഫ് ആണ് പെണ്ണുങ്ങൾക്ക്. സോ എന്നെ സംബന്ധിച്ച് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സേഫ് ആയിരുന്നു. ഞാൻ പോകുന്ന റൂട്ടുകളെല്ലാം ഹൈലി പോലീസ് പെട്രോളിംഗ് ഉള്ള ഒരു ഏരിയ ആണ്. അതോടെ തന്നെ CCTV ക്യാമറസും കാര്യങ്ങളും. പോരാതെ നമ്മുടെ ബൈക്ക് ടാക്സി അതായത് ഊബറിന്റെ ആപ്പിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള SOSും അതുപോലെ തന്നെ ലൈവായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള മെക്കാനിസം എല്ലാം ഓൾറെഡി ഉണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൽ മിണ്ടിയില്ലെങ്കിൽ അവരൊന്ന് ചോദിക്കും, നിങ്ങൾ ഓൺലൈൻ ഇല്ലേ, ഉണ്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വെരിഫിക്കേഷൻ വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് സുരക്ഷിതമാണ്. ധൈര്യമായിട്ട് എല്ലാവർക്കും ഇതിൽ കടന്നു വരാവുന്നതാണ്. ഈ മേഖലയിൽ കടന്നു വരാൻ പോകുന്ന സ്ത്രീകളോട് എന്തെങ്കിലും സുരക്ഷാ ടിപ്സുകൾ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറഞ്ഞുതരാം. വേറെ ഒന്നും നമ്മുടെ ഫോണിലുള്ള GPS ട്രാക്കിംഗ് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ SOSന്റെ കാര്യങ്ങളെല്ലാം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ റൂട്ടുകളാണ് നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏത് വഴിക്കാണോ എന്നുള്ളത് ചൂസ് ചെയ്യുക. അതോടൊപ്പം ഈ ഊബർ ആപ്പിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ സാധനം നമ്മുടെ ഫാമിലി മെമ്പർക്ക് ട്രാക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനുള്ള മെഷേഴ്സ് എമർജൻസി കോൺടാക്റ്റിൽ ആൾക്കാരെ ആഡ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരാന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിലെ സുരക്ഷാ ടിപ്പ്. നമ്മൾ തന്നെയാണ്. അവസാനമായി ഒരു തുടക്കത്തിന് വേണ്ടി മടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇതൊരു മാന്യമായിട്ട് നമുക്ക് ഒരു സൈഡ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഒരു തുടക്കത്തിന് പെർഫെക്റ്റ് ടൈം നോക്കി നിൽക്കാതെ കിട്ടുന്ന ടൈമിൽ കൃത്യമായിട്ട് ലീഗലി നമ്മളുടെയും ഡ്രൈവേഴ്സിൻ്റെയും അതുപോലെ ബാക്കിലിരിക്കുന്ന നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെയും സേഫ്റ്റിക്ക് അനുസരിച്ച് മുന്നോട്ട് വരാന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സമയം കളയാതെ മാന്യമായിട്ട് നമുക്കൊരു വരുമാനം കണ്ടെത്താനുള്ള മാർഗമുണ്ട്. അത് നിങ്ങൾ സ്വീകരിക്കുക. ഊബർ ബൈക്ക് ടാക്സിന് കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ എത്രത്തോളം ഏണിങ്സ് ഉണ്ടാക്കിയെന്ന് ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. സോ ഈ ഒരു ചാൻസ് മിസ്സായി കളയണ്ട. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസും കാരണം അറിയണമെങ്കിൽ അമേച്ചർ ഇൻസ്റ്റാഗ്രാമിൽ താഴത്ത് കൊടുക്കുക. ഈ ഒരു ചാൻസ് മിസ്സായി കളയണ്ട. അടുത്തൊരു